ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള ഭാഗങ്ങളിൽ, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും അരുത്, പാപമത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. പൗലോസ് സഭയോട് പറയുകയാണ്, പ്രമാണം ഒരിക്കലും എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ അല്ല, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ അല്ല, ഒരു നാളും അരുത്, പാപമത്രേ മരണമായി തീർന്നത്. പാപമാണ്, ന്യായപ്രമാണമല്ല ഇവിടുത്തെ വിഷയം. മോഹിക്കരുത് എന്നുള്ള പാപം എനിക്ക് അത് പാപമാണെന്ന് പറഞ്ഞു തന്നതാണ് ന്യായപ്രമാണം. അപ്പം ന്യായപ്രമാണം അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം പാപമാണ്. ഇവിടുത്തെ പ്രശ്നം വചനം പറയുന്നു, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും അരുത്, പാപമത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ ഞാനെന്ന് പറയുന്ന വ്യക്തി നന്മയാണ്, പക്ഷേ എൻ്റെ അകത്തിരിക്കുന്ന മോഹമെന്ന പാപം ഞാനെന്ന നന്മയെ തിന്മയാക്കുക, അതിനെ ഓർമ്മപ്പെടുത്തി തന്നതാണ് ന്യായപ്രമാണം. ഞാനെന്ന് പറയുന്ന നന്മയെ കൊണ്ട് തിന്മയായ മോഹത്തെ ചെയ്യിപ്പിക്കുന്ന ആ പാപത്തെ ഓർമ്മപ്പെടുത്തിയതാണ് പ്രിയരെ പ്രമാണം. അതാണ് അവിടെ പറയുന്നത്, പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായിരിക്കേണ്ടതിനും തന്നെ. 14 വാക്യം ഇങ്ങനെയാണ്, ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ ജഡമയനാണ്, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിനകത്ത് നമുക്ക് തിരിച്ചറിവ് തരുന്ന ചെയ്യരുത്. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് അന്യൻ്റെ കണ്ണിലെ കരടെടുക്കണം എന്ന് യേശു പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിനകത്തുള്ള കുറവുകളെ തിരിച്ചറിയാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ കൽപ്പനകളെ നമ്മൾ ക്രൂശിലേക്ക് നോക്കി ജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ ആ മോഹത്തിലേക്ക് പോകാതെ, വീണ്ടും ആ പാപത്തിലേക്ക് പോകാതെ, വീണ്ടും ആ തെറ്റ് ചെയ്ത് അതിലേക്ക് വഴുതി വീഴാതെ ജയാളിയായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്ന ആ നീതിയുള്ള നല്ല ദൈവം, ആ കർത്താവിനെ മുറുകെ പിടിച്ച് ആ ക്രൂശിനെ പിൻപറ്റി പാപത്തെ ജയിച്ച് നീതിയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.